2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ കഫീർ ബിബാസ് എന്ന് പറയുന്ന ആ ഓമനത്വം തുളുമ്പുന്ന ആ ഒരു കുട്ടിയുടെ മുഖം മനുഷ്യ മനസാക്ഷിയുള്ള ആർക്കാണ് മറക്കാൻ കഴിയുക? അന്നേ ദിനം ഏകദേശം 53ഓളം പിഞ്ചു കുഞ്ഞുങ്ങളെയാണ്, ശിശുക്കളെയാണ് ഹമാസ് എന്ന പിശാചുക്കൾ, ആ പൈശാചിക സംഘടനയിൽപ്പെട്ടവർ കൊന്നൊടുക്കിയത്. ഇന്ന് അന്നേ ദിനം ഹമാസ് ഭീകരർ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയ 4 പേരുടെ മൃതദേഹങ്ങളാണ് ഈ 2025 ഫെബ്രുവരി മാസം 20-ാം തീയതി ഭീകരർ ഇസ്രായേലിന് കൈമാറുന്നത്. ആ ഹമാസ് ചെയ്ത ആ ഒരു പൈശാചിക പ്രവൃത്തി അത് നിലവിലെ മധ്യപൂർവേഷ്യയിലെ സാഹചര്യങ്ങളെ എത്രത്തോളം ഒരു സ്വാധീനം ചെലുത്തും, എത്തരത്തിലായിരിക്കും ഇനി ആ മധ്യപൂർവേഷ്യയിലെ ആ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ഒരു പോക്ക്? ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ ദിവസങ്ങളിൽ നാം കേൾക്കുകയുണ്ടായി. അങ്ങ് ആഫ്രിക്കയിൽ നിന്ന് ഏകദേശം 70ഓളം ക്രിസ്ത്യാനികളുടെ തലയറക്കപ്പെട്ട മൃതദേഹങ്ങളാണ് ഒരു ക്രൈസ്തവ പള്ളിയിൽ നിന്നും ഈ അടുത്ത ദിവസം കണ്ടെടുക്കപ്പെട്ടത്. ആ ക്രൈസ്തവരെ കൊലപ്പെടുത്തിയതും ഇസ്ലാമിക തീവ്രവാദികൾ തന്നെയായിരുന്നു, ഇസ്ലാമിക് സ്റ്റേറ്റിൽപ്പെട്ട ഭീകരർ തന്നെയായിരുന്നു. എന്നാൽ ആ വാർത്തയോട് ഇവിടുത്തെ മാധ്യമങ്ങൾ പുലർത്തിയ ഒരു സമീപനം തീർച്ചയായിട്ടും ചർച്ചയാക്കേണ്ടതാണ്. ഈ വിഷയങ്ങളാണ് ഇന്ന് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ലിയോ. ഈ ഗാസയിൽ ഇസ്രായേൽ ഹമാസിനെതിരെ ആ ഒരു പോരാട്ടം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 500ഓളം ദിനങ്ങൾ പിന്നിടുന്നു. ഒക്ടോബർ 7-ാം തീയതി ഇവർ നടത്തിയ ക്രൂരത അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, അതായത് 2025 ഫെബ്രുവരി മാസം 20-ാം തീയതി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു ദിനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ലിയോ ചെയ്ത ഒരു വാർത്തയിൽ കൃത്യമായിട്ട് പറയുകയുണ്ടായി, ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇത്തരത്തിൽ ഒരു ദുഃഖാർത്ഥനായിട്ട് ഈ അടുത്ത കാലത്തൊന്നും നാം കണ്ടിട്ടില്ല എന്നൊരു കാര്യം. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. 500 ദിവസം മുമ്പ് ഈ ഹമാസ് എന്ന മനുഷ്യ പിശാചുക്കൾ ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ട് പോയ 4 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് ഏറ്റുവാങ്ങുകയാണ് ഇസ്രായേൽ. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖകരമായിട്ടുള്ളൊരു സംഗതി ഈ ബിബാസ് ഫാമിലി, അവരുടെ ഒരു ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇവരുടെ അമ്മ ഷിരി ബിബാസ്, ഒപ്പം തന്നെ മക്കളായിട്ടുള്ള അരിയൽ ബിബാസ്, ആ കുട്ടിക്ക് 2 വയസ്സോളം പ്രായമുണ്ട്. ഒപ്പം ബന്ധുക്കളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കഫീർ ബിബാസ്, ഈ കഫീർ ബിബാസിനെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ വെറും 9 മാസം മാത്രമേ പ്രായമുള്ളൂ. അന്നത്തെ ആ ഒരു ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മെ കണ്ണീരണിയിക്കുന്നതാണ്. ആ ഒരു അമ്മ 2 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കരയുന്നു. ആ കുഞ്ഞുങ്ങൾ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു ചിത്രം. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇത്ര നിഷ്കളങ്കനായിട്ടുള്ള ആ കുട്ടിയുടെ അല്ലേ പല വീഡിയോസൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നാം കാണുന്നതാണ്. ആ കുട്ടിയെ എങ്ങനെ ഇവർക്ക് ക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ സാധിക്കുന്നു എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ടും ആദ്യമേ തന്നെ പറയാൻ സാധിക്കും, തങ്ങളുടെ ഒരു പൈശാചികത ഹമാസ് തീവ്രവാദികൾ, ഹമാസ് ഭീകരർ ദിനംതോറും ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുമ്പത്തെ നിലപാടിൽ നമ്മൾ കൃത്യമായിട്ടും പറഞ്ഞതാണ്, ഈ ബന്ദി വിമോചനവുമായി ബന്ധപ്പെട്ട് ആദ്യ ഘട്ടത്തിലൊക്കെ ഹമാസ് തങ്ങളെ തന്നെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് ആ കാര്യങ്ങളൊന്ന് ഓർക്കസ്ട്രേറ്റ് ചെയ്തത്. അതായത് ആരോഗ്യ ദൃഢഗാത്രന്മാരായിട്ടുള്ള ബന്ദികളെ മോചിപ്പിക്കുന്ന അവർ വളരെ സന്തോഷവാന്മാരായിട്ട് കാണപ്പെടുന്നു. ഈ ബന്ദി മോചനത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഹമാസ് ഒന്ന് ഉഴപ്പിയത് ഇതിൻ്റെ കാരണങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അവർക്ക് തരാൻ ബന്ദികളില്ല, ഇനി തരാൻ അവർക്ക് മൃതദേഹങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചർച്ച നമ്മൾ സംഘടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട പശ്ചാത്തലം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ചർച്ചയുടെ ഒരു ആംഗിൾ കൊണ്ടുപോകേണ്ടത്, വളരെ കൃത്യമായിട്ടും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും സോകോൾഡ് ലെഫ്റ്റ് ലിബറൽ നേതാക്കന്മാരുമൊക്കെ പുലർത്തുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ച ഈ കഫീർ ബിബാസ് എന്ന് പറയുന്ന കുട്ടി, 9 മാസം പ്രായമുള്ള കുട്ടി ലോകത്തിൻ്റെ കണ്ണീരായിട്ട് മാറുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അലാൻ കുർദി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മൃതദേഹം അവിടെ മെഡിറ്ററേനിയൻ തീരത്ത് അടിഞ്ഞപ്പോൾ അതിനെ ചൊല്ലി വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഉയരുകയുണ്ടായി. ആ ഒരു ചിത്രമാണ് പിന്നീട് യൂറോപ്പിലേക്കുള്ള ഒരു അഭയാർത്ഥി പ്രവാഹത്തെ ബൂസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ അലൻ കുർദി എന്ന് പറയുന്ന കുട്ടിയോട് ലോകം സ്വീകരിച്ച ഒരു സമീപനം, കഫീർ ബിബാസ് എന്ന് പറയുന്ന ഒന്നും അറിയാത്ത സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഹമാസ് ഭീകരരോട് ലോകം കാണിക്കുന്ന, അല്ലെങ്കിൽ പൊതുസമൂഹം ലെഫ്റ്റ് ലിബറൽ മീഡിയാസ് കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം തന്നെ റോബിനൊക്കെ റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, 70ഓളം ക്രൈസ്തവരെ തലയർത്ത നിലയിൽ കോങ്കോയിലൊരു ദേവാലയത്തിൽ അവരെ കാണപ്പെട്ട ഒരു അവസ്ഥ. ആ വാർത്തയോടും ലോകം എങ്ങനെ പ്രതികരിച്ചു? അപ്പോൾ വളരെ കൃത്യമല്ലേ റോബിൻ, ഇവിടെ
സെക്കുലർ മീഡിയാസ് അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറൽ നേതാക്കന്മാർ അല്ലെങ്കിൽ സാംസ്കാരിക നായകർ പുലർത്തുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പ്. ചില കാര്യങ്ങളുടെ മേൽ അവരുടെ കണ്ണ് തുറക്കപ്പെടുന്നു, ചില കാര്യങ്ങളുടെ മേൽ അവരുടെ ഒരു കണ്ണ് അടയ്ക്കപ്പെടുന്നു. വളരെ വ്യക്തമല്ലേ ഇവരുടെ ഒരു അജണ്ട? ഇതിനുള്ളിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ ഭീകരരുടെ ഒരു സ്ട്രാറ്റജി അതെങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് വരുന്നത്. പലപ്പോഴും ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഈ കുരിശ് യുദ്ധത്തെക്കുറിച്ചുള്ള ഹിസ്റ്ററികളുണ്ട്. ഈ പലപ്പോഴും ഇവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾ ക്രിസ്ത്യാനികൾക്കെതിരെ പലപ്പോഴും ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുരിശ് യുദ്ധത്തിൽ മുസ്ലിങ്ങളെ ക്രൂരമായി കൊന്നു എന്നൊക്കെയുള്ള പറയുന്ന ഒരു കാര്യം. പക്ഷെ അവർ മനഃപൂർവ്വം അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ കുരിശ് യുദ്ധത്തിന്റെ ഇതേ കാലഘട്ടത്തിൽ ഇസ്ലാമിസ്റ്റുകൾ ലോകത്ത് നടത്തിയ യുദ്ധങ്ങൾ നൂറുകണക്കിന് യുദ്ധങ്ങളാണ് നടത്തിയത്. എത്രയോ ആളുകളെ കൂട്ടക്കൊല ചെയ്തു. എന്നുവെച്ചാൽ നൂറുകണക്കിന് യുദ്ധങ്ങൾ നടത്തിയ ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്ന സാഹചര്യമുണ്ട്. പിന്നെ അവിടെ നിന്ന് ഈ ചരിത്രം ഇങ്ങ് വരുമ്പോൾ മോഡേൺ കാലഘട്ടത്തിലേക്ക് എത്തി, ജനാധിപത്യ രീതികളിലേക്ക് എത്തി. ഇന്ന് അങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറി ആളുകളെ കൊന്ന് കീഴടക്കി അവിടെ മതം സ്ഥാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇന്ന് അവർക്കില്ല. അതിന് അവർ കണ്ടുപിടിച്ചേക്കുന്ന വഴി എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദമാണ്. ഇതാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു വസ്തുത. കാരണം നമ്മൾ ഇതിനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. പക്ഷേ അന്ന് യുദ്ധം കൊണ്ട് രാജ്യങ്ങളെ പിടിച്ചടക്കിയതിന് പകരം ഇന്ന് ഇതേ ഇസ്ലാമിസ്റ്റുകൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് തീവ്രവാദമാണ്. ഇന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറാൻ കഴിയില്ല. അതുകൊണ്ട് തീവ്രവാദത്തിന്റെ രീതിയിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറുകയും അവിടുത്തെ ഏത് ജനസംഖ്യയാണോ ആ ജനസംഖ്യയെ ഇല്ലാതാക്കി അവിടെ ഇസ്ലാമിനെ വളർത്തുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇന്ന് ഭീകരവാദികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഫണ്ട് ചെയ്യുന്നതും ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ്. അത് വ്യാപകമായി ഫണ്ടിങ് നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ഒരു ഉദാഹരണം നമുക്ക് ഇതിന്റെ ഏറ്റവും അവസാനം പറയുകയും കൂടി ചെയ്യേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ മറ്റൊരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ നൈജീരിയ എടുത്തു നോക്കുക. നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ അവിടുത്തെ കുട്ടികളെ അടക്കം വ്യാപകമായി തട്ടിക്കൊണ്ടുപോയിട്ട് നിർബന്ധിച്ച് ഈ ഭീകരന്മാരുടെ കല്യാണം കഴിച്ച് ഭാര്യമാരാക്കുക, അതുപോലെ തന്നെ സെക്സ്വൽ സ്ലേവറിയിലേക്ക് ഇവരെ കൊണ്ടുപോവുക. അങ്ങനെ അവിടുത്തെ ക്രിസ്ത്യൻ പോപ്പുലേഷനെ തടയുക. വ്യാപകമായി ഇവർ ക്രിസ്ത്യാനികൾക്കെതിരെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ പോപ്പുലേഷനെ തടയുക, അങ്ങനെ നൈജീരിയ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതിന് വേണ്ടി വളരെ ക്രൂരമായ രീതിയിലാണ് ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഇവർക്ക് ഈ ക്രൂരത മാത്രമേ അറിയുള്ളൂ. കാരണം ഇവർ ഒരു സമാധാനത്തിന്റെ രീതി ഇവർക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനത്തിന്റെ രീതി, ഒരു സ്ട്രാറ്റജി ഇവർ ഉപയോഗിക്കും. പക്ഷേ എല്ലാ ഭീകര സംഘടനകളെ നമ്മൾ എടുത്തു നോക്കുക, അൽഖ്വയ്ദ അതുപോലെ തന്നെ ഈ ഐസിസ് തീവ്രവാദികളാണെങ്കിൽ, ലോകത്തുണ്ടായിട്ടുള്ള ഏത് തീവ്രവാദമാണെങ്കിലും അവരെല്ലാം വളരെ ക്രൂരമായി മനുഷ്യനെ കൊന്നൊടുക്കുന്ന രീതിയാണ് അവർ അവലംബിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ ചരിത്രത്തിൽ വായിക്കുന്നത് പണ്ട് കാലത്ത് ഈ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിൽ, കാരണം ഗോത്രവർഗ്ഗങ്ങൾ തമ്മിൽ അത്ര രൂക്ഷമായ ശത്രുത നിലനിൽക്കുമ്പോൾ ക്രൂരമായിട്ടാണ് ഇവരെയൊക്കെ വധിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ക്രൂരമായ മനോഭാവമാണ് ഇവർ ലോകത്തെ മറ്റ് ആളുകളോട് കാണിക്കുന്നത് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ഈ ഒരേ സ്വഭാവം വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു. അപ്പോൾ നമ്മൾ കോങ്കോയിലെ ഇത് ഉദാഹരണം എടുത്തു. പാകിസ്ഥാനിൽ എന്താണ് നടക്കുന്നത്? പാകിസ്ഥാനിൽ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് എത്രയോ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. ഇന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആ ന്യൂനപക്ഷങ്ങളെ എത്തിച്ചു. പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരേപോലെ നമുക്ക് എടുക്കും. കാരണം ഒരുപാട് കാലം പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു ബംഗ്ലാദേശ്, പാകിസ്ഥാനായിരുന്നു. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും ഇസ്ലാമിക തീവ്രവാദികൾ കാണിക്കുന്നത് ഇന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനസംഖ്യയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെ ക്രൂരമായ രീതിയിൽ അവിടുത്തെ പെൺകുട്ടികളെ അല്ലെങ്കിൽ കുട്ടികളെ അവിടെ നിന്ന് ഈ തട്ടിക്കൊണ്ടു പോകുന്നു, അല്ലെ സെക്സ്വൽ സ്ലേവറിയിലേക്ക് കൊണ്ടുപോകുന്നു, നിർബന്ധിച്ച് വിവാഹം കഴിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ഈ മിഡിൽ ഈസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഈ ഇറാഖിലെ ഐസിസ് തീവ്രവാദികൾ ഇത് തന്നെയാണ് ചെയ്തത്. ഐസിസ് തീവ്രവാദികൾ അവിടെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ഇവർ ചെയ്തത് അവിടുത്തെ ക്രിസ്ത്യാനികളെ കൊന്നുകളയാണ് ചെയ്യുന്നത്. കഴുത്തറുത്ത് ക്രൂരമായിട്ട് അവിടുത്തെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, സെക്സ്വൽ സ്ലേവറിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ക്രൂരമായിട്ട് ഇതാണ് അവർ ഇവിടെ ചെയ്യുന്നത്. ഇനി ഈജിപ്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈജിപ്തിന്റെ ചരിത്രം തന്നെ എടുക്കുമ്പോൾ അവിടെ 10% ക്രിസ്ത്യാനികൾ എങ്ങനെ ശേഷിച്ചു എന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. കാരണം അതുപോലെ ക്രൂരമായ രീതിയിൽ ക്രിസ്ത്യാനികളെ തട്ടിക്കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ പല രീതികൾ ഉപയോഗിച്ച് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾ ശ്രമിക്കുന്ന മുസ്ലിം ബ്രദർഹുഡാണ് അതിന് പ്രധാനമായിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം ലോകത്തെ എല്ലാ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെയും ഈ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡിൻ്റെതാണ്. അപ്പോൾ ഈ മുസ്ലിം ബ്രദർഹുഡാണ് ഈ ഇതുപോലെ നമുക്ക് സങ്കടം തോന്നിപ്പോവും ഈ ഈജിപ്തിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥകൾ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ. യൂറോപ്പിൽ
അത് നടക്കാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കം യൂറോപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ എർദുഗാൻ, തുർക്കി പ്രസിഡന്റ് എർദുഗാൻ ഒരു കൂട്ടം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ജനങ്ങൾ ഇങ്ങനെ മർമർ ചെയ്യാൻ തുടങ്ങുകയാണ്. എന്ന് വെച്ചാൽ ടേക്കസ് ടു ജെറൂസലേം, ടേക്കസ് ടു ജെറൂസലേം എന്ന് പറഞ്ഞത്. അപ്പോൾ എർദുഗാൻ പറയുന്നൊരു വാക്യമുണ്ട്, പേഷ്യൻസ് ബ്രിങ്സ് സക്സ് എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം തലയിലിരിക്കുന്നത് ആളുകളെ കൊന്ന് ഒടുക്കിക്കൊണ്ട് ഈ ഇസ്ലാമിനെ ഈ എല്ലാ മേഖലകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ വെച്ചാണ് നമ്മൾ എന്തുകൊണ്ട് ഇവർ ഈ കുട്ടികളെ കൊന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഈ കൊല്ലപ്പെട്ട കുട്ടികളെയും അതുപോലെ തന്നെ അവരുടെ അമ്മയെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഇതിനുള്ളിൽ ഹമാസ് തീവ്രവാദികളുടെ അടുക്കൽ എത്തിയപ്പോൾ തന്നെ നമുക്കറിയാം അന്നത്തെ വാർത്തകളിൽ എത്രത്തോളം ഭീതിയായിരുന്നു ഇസ്രായേലിൽ ഉണ്ടായിരുന്നതെന്ന്. ആ ഭീതി അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളത് ലോകത്തിന് വളരെ വ്യക്തമായി. ഇവരിങ്ങനെ ക്രൂരമായി കൊല ചെയ്യപ്പെടും. ഇവർക്ക് കുട്ടികളെന്നോ വലുപ്പമുള്ളവരെന്നോ ആരെന്നോ ഒരു വ്യത്യാസമില്ല. ഇവരെ സംബന്ധിച്ച് കാഫിറുകളാണ് ഇതെല്ലാം. ഇവർ കൊല്ലപ്പെടേണ്ട ആളുകളാണ്. ഇവർ കൊല്ലപ്പെടുന്ന, ഇവരുടെ കുട്ടികൾ കൊല്ലപ്പെടുന്നതിൽ മനസാക്ഷിക്കുത്തില്ല. ഇവരുടെ ആര് കൊല്ലപ്പെട്ടാലും മനസാക്ഷിക്കുത്തില്ല ഇവർക്ക്. കാരണം അവരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണ്. അതാണ് അവരുടെ നീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്ത്യാനികളോട് ചെയ്തപ്പോൾ അതിന് പ്രത്യേകിച്ച്, കാരണം ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ക്രൂരമായി തിരിച്ച് ആക്രമിക്കുന്ന ഒരു രീതിയില്ല, തത്വശാസ്ത്രമില്ല. പക്ഷേ ജൂതന്മാരെ ആക്രമിച്ചപ്പോൾ അവരുടെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് കണ്ണിന് പകരം കണ്ണെന്നും പല്ലിന് പകരം പല്ല് എന്നുള്ളതുമാണ്. കൃത്യമായ തിരിച്ചടി ഗാസക്കാർക്ക് കിട്ടി. ഗാസയിൽ ആരൊക്കെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചോ അവരെല്ലാം ഇന്നും ഒന്നുമില്ലാതെ അതിലെ അലഞ്ഞു തിരിയുന്ന അവസ്ഥയിലൂടെയാണ്. അവരുടെ എല്ലാം കുട്ടികൾ ഇന്ന് ബോംബ് വീണ് ഇല്ലാതായിക്കൊണ്ട് ഇരിക്കുന്ന അവസ്ഥയാണ്, അംഗഭംഗം വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പലപ്പോഴും ആളുകൾ പറയും, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പലസ്തീനിലെ കുട്ടികളെ കാണാൻ കഴിയാത്തത്, അവരുടെ കഷ്ടപ്പാട് കാണാൻ കഴിയാത്തതെന്ന്. ഇതുപോലെ ക്രൂരമായ മനസ്ഥിതിയുള്ള ആളുകൾ അവരുടെ ആളുകൾക്ക് മുകളിൽ ഇത് തന്നെയാണ് വരുത്തി വെക്കുന്നത്. ബൈബിളിൽ പറയുന്നവരെ വിതയ്ക്കുന്നതാണ് കൊയ്യുന്നത് എന്ന് പറയുന്നത് പോലെ തീവ്രവാദികൾ ലോകം മുഴുവൻ വിതയ്ക്കുന്നത് ഇതാണ്. ഈ ക്രൂരതയുടെ വിത്താണ് ലോകം മുഴുവൻ വിതയ്ക്കുന്നത്. പിന്നെ ഇവർക്ക് എന്ത് തിരിച്ചു കിട്ടണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്? ഇവർ മറ്റുള്ളവരെ ആക്രമിക്കുമ്പോൾ മറ്റുള്ളവരിവരോട് എന്ത് ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്? ക്രൂരമായി മറ്റുള്ളവരുടെ കുട്ടികളെ കൊന്നുകളയുമ്പോൾ എന്ത് കിട്ടണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്? അപ്പോൾ വിതയ്ക്കുന്നതാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും ഓരോരുത്തരെയും ഞങ്ങൾ ഒരാളെ പോലും വെറുതെ വിടാതെ ഞങ്ങൾ അവരെ എല്ലാം തീർത്ത് കളയുമെന്ന്. അത് ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. ഇസ്രായേൽ അത് ചെയ്തിട്ടുണ്ട്, അത് ഇനിയും ചെയ്യും. എന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ ജഡവും അവരുടെ അമ്മയുടെ ജഡവും ഇസ്രായേലിലേക്ക് എത്തുമ്പോൾ ഈ ഗാസയിലെ ഓരോ മനുഷ്യരും ഓർത്തിരിക്കേണ്ടത്, ഈ ഗാസയിലെ ഹമാസ് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ മനുഷ്യരും ഓർത്തിരിക്കേണ്ടത്, 1 10 100 1000 പ്രതികാരം ചെയ്ത ഒരു മനോഭാവം ഇസ്രായേലിനുണ്ട്, ഒരു ചരിത്രം ഇസ്രായേലിനുണ്ട്. അത് അവരെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിനുള്ളിൽ പറയാനുള്ളത്. ഓക്കെ, അത് വളരെ കറക്റ്റാണ്. ഇപ്പം റോബിൻ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ ഈ ഗാസക്കാരി വടി കൊടുത്ത് അടിമേടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഗാസയിലെ സാധാരണ ജനങ്ങളോട് നിങ്ങൾ അനുഭാവം പുലർത്തണം, അവരോട് ഒരു സഹാനുഭൂതി കാണിക്കണമെന്ന് പറയുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഈ പറയുന്ന ഇത്രയും കൊടും ക്രൂരത ചെയ്ത ഹമാസ് ഭീകരരെ നിങ്ങൾ എന്ന് തള്ളിപ്പറയാൻ തയ്യാറാകുന്നുവോ അന്ന് നിങ്ങളുടെ നല്ല കാലം ആരംഭിക്കും. അതിനവർ തയ്യാറാകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ തന്നെയും ഇസ്രായേലിനെതിരെ ഏതൊരു വിഷയം ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, എന്തൊരു തിരിച്ചടി ലഭിച്ചപ്പോൾ എത്രമാത്രം ആഹ്ലാദത്തോടെയാണ് ഗാസയുടെ തെരുവുകളിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. അവരെ എത്ര കിട്ടിയിട്ടും പഠിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത. പിന്നെ ഒരാളെ കൂടി ഈ മൃതദേഹം കൈമാറ്റപ്പെട്ടതിൽ ഒരാളെ കൂടി നമ്മൾ വിട്ടുപോയി. 84 വയസ്സുകാരനായ ഒദേദ് ഷിഫ്ഷിറ്റ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി. നമ്മൾ നോക്കുക, ലോക ചരിത്രത്തിൻ്റെ ഒരു ഗതിവിഗതികളെ നമ്മൾ നിരീക്ഷിച്ച് നോക്കുമ്പോൾ ഏതൊരു യുദ്ധത്തിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു പ്രത്യേക പരിഗണന കാലഘട്ടത്തിലും കൊടുത്തിട്ടുണ്ട്, പ്രായമായവർക്കും കൊടുത്തിട്ടുണ്ട്. പ്രോബിൻ പറഞ്ഞതുപോലെ ഇവരുടെ മുമ്പിൽ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ പ്രായമായവരെന്നോ ഒന്നും മുഖനോട്ടമില്ല. കാഫിർ എന്ന ഒരു ഒറ്റ വാചകം അതാണ് അവരെ നയിക്കുന്നത്. അവരുടെ കണ്ണുകൾ അന്ധമാക്കപ്പെടുന്നു. അപ്പോൾ ലിയോ, പ്രത്യേകിച്ച് ഇസ്രായേലിൽ നിന്നുള്ള പല വാർത്തകളും ഈ ഫാമിലിയെ സംബന്ധിച്ച പല വാർത്തകളും ലിയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൃതദേഹം ഇപ്പോൾ ഇസ്രായേലിന് ലഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ റോബിൻ പറഞ്ഞതുപോലെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കില്ലേ, വൈകാരികമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആയിരിക്കില്ലേ അത് ഇസ്രായേലിൽ അത് സൃഷ്ടിക്കുക? പ്രത്യേകിച്ച് ഇസ്രായേലിലൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ കുട്ടികളുടെ ആ ഒരു മുഖം, ഈ പ്രായമായ ആ വ്യക്തിയുടെ മുഖം, ആ ഒരു അമ്മയുടെ ആ ഒരു ചലനമറ്റ ചേതനയേറ്റ ശരീരം, അത് വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കില്ലേ ഇസ്രായേലിൽ സൃഷ്ടിക്കുക? ഞാൻ കുറച്ച് മുമ്പ് പറയുമായിരുന്നു, നമ്മളെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് പറയുമായിരുന്നു,
റോബിൻ ചേട്ടനോട്. ഈ കിബൂട്സ് എന്ന് പറയുന്നത് ഒരു ലോകത്ത് നമുക്ക് മറ്റെങ്ങും കിട്ടാത്ത ഒരു അനുഭവമാണ് കിബൂട്സിൻ്റെ സംവിധാനം എന്ന് വെച്ചാൽ. അത് ഇസ്രായേലിൽ ചെന്ന് അനുഭവിക്കണം. കാരണം ഒരു കൂട്ടം ആളുകൾ പല ഭാഷ സംസാരിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്ന് തിരിച്ച് ഇസ്രായേലിലേക്ക് കുടിയേറിയവർ, പല സംസ്കാരത്തിൽ നിന്ന് വന്നവർ, അവരെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമ്പ്രദായമാണ് കിബൂട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ സ്കൂളുകളുണ്ടാവും, പല ജോലി സാധ്യതകളുള്ള പല ഫാക്ടറികളുണ്ടാവും, അതുപോലെ തന്നെ കൃഷി ഇടങ്ങൾ, ഫാമുകൾ എല്ലാം. അധികം ആൾക്കാരും പുറത്തു പോയി ജോലി ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു പ്രത്യേക സുരക്ഷാ വലയത്തിനുള്ളിൽ തന്നെയായിരിക്കും കിബൂട്സ് ഉള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ബിബാസ് ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കിബൂട്സ് സ്ഥിതി ചെയ്തത് ഗാസയ്ക്ക് തൊട്ടടുത്താണ്. ഒരു 4-5 പാടത്തിനപ്പുറം ഗാസയാണ് ഈ കിബൂട്സ് നിറോസ് എന്ന് പറയുന്ന ഒരു ഗ്രാമമുള്ളത്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക ആത്മബന്ധമാണ് ആളുകൾ തമ്മിൽ. എന്തായാലും ഒരു വീട്ടിൽ തന്നെ, അതായത് ഒരു ബിൽഡിങ്ങിൽ തന്നെ 2 കുടുംബങ്ങൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. നമ്മുടെ ഇവിടുത്തെ ലക്ഷം വീട് എന്ന് പറയുന്ന അവിടെ നിന്നൊക്കെ വന്ന ഒരു പാശ്ചാത്യ കൺസെപ്റ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു ഇത് വളരെ ഒരു മോഡേൺ ആയിട്ട് തന്നെ അവർ പാലിച്ചു വരുന്നത്. അത് ലക്ഷം വീടിന്റെ ഒക്കെ ഒരു മോഡേൺ പതിപ്പാണ്, അതിന്റെ ഒരു ഹൈടെക് പതിപ്പാണ് ഇസ്രായേലിലുള്ള കിബൂട്സ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവിടുത്തെ ആൾക്കാർ തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. കുട്ടികളെയും എല്ലാവർക്കും പരസ്പരം അറിയാം. ഒരുമിച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് ഒരു ഹാളിൽ, ഒരു കമ്മ്യൂണിറ്റി ഹാൾ പോലൊരു ഹാളിലാണ് ഊണ് കഴിക്കാൻ വരുന്നത്. അപ്പോൾ അവിടെയാണ് ഹമാസിൻ്റെ ഈ ക്രൂരത അരങ്ങേറിയത് കൂടുതൽ. ഈ നോവ മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടു. കൂടുതൽ യുവാക്കളായിരുന്നു അവിടെ. കാരണം അതൊരു മ്യൂസിക് ഫെസ്റ്റിവൽ, അതിന് പങ്കെടുക്കുന്നത് സാധാരണ യുവജനങ്ങളാണ്. അതുകൊണ്ട് ഈ കിബൂട്സിന്, അതായത് ഇസ്രായേൽ ഗാസ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന കിബൂട്സുകളിൽ ഇവർ ആക്രമണം നടത്തിയപ്പോൾ ഈ കിബൂട്സ് നിറോസിലും ചെല്ലുന്നു. അതിനുശേഷം ഇവരുടെ ഈ ബിബാസ് ഫാമിലിയിലേക്ക് കടന്നു ചെല്ലുന്നു. അതിനുശേഷം ആ ഭർത്താവിനെ, അതായത് യാർദിൻ ബിബാസ്, അദ്ദേഹത്തെ സെപ്പറേറ്റ് ആണ് ഇവർ ഗാസയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഒരു വിഷ്വലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു ബൈക്കിന് പുറകിലിരുത്തിയാണ് കൊണ്ടുപോകുന്നത്. ബൈബിളിൽ വായിച്ചിട്ടുണ്ട് ഈ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന അവന്റെ താടിരോമം വലിച്ച് അങ്ങനെ ഒരു ഭാഗം നമ്മൾ ആ ഒരു പീഡാസഹനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വായന നമ്മൾ വായിക്കാറുണ്ട്. അത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. കാരണം ആ ബിബാസിന്റെ, ആ യാർദിൻ ബിബാസിന്റെ താടിയിൽ പിടിച്ച് വലിച്ചിട്ട് ഒരു സെൽഫി എടുക്കുന്ന ഒരു തീവ്രവാദിയുടെ ആ വിഷ്വൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആളുകൾ അവനെ ആക്രമിക്കുന്നു, തലയ്ക്ക് അടിക്കുന്നു, അടിച്ച് ചോര വരുന്നു. എന്നിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് ആൾക്കാർ പോകുന്നതായിട്ടുമുണ്ട്. ഈ സമയത്താണ് നമുക്ക് വളരെ ഹൃദയഭേദകമായിട്ട് ഈ അമ്മയും 2 മക്കളെയും തീവ്രവാദികൾ കൊണ്ടുപോകുന്ന ആ രംഗം. ഏതൊരു മനുഷ്യനും സ്വന്തം കുഞ്ഞുങ്ങളെ, ഒരു കുഞ്ഞിനെ എടുത്തിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കൈ കഴക്കും, ആ ഒരു വേദന ഉണ്ടാവും. ഈ 2 കുഞ്ഞുങ്ങളെ, അന്ന് 9 മാസമാണ് ഈ ഇളയ കുഞ്ഞിനുള്ളത്, മൂത്ത കുഞ്ഞിന് 2 വയസ്സും. അപ്പോൾ അവർ രണ്ടുപേരും 2 കയ്യിൽ ഒരുപോലെ മാർത്ത് ചേർത്ത് വെച്ച് ഈ തീവ്രവാദികൾ തന്നെ ഒരു ബെഡ്ഷീറ്റ് ഇങ്ങനെ പുതപ്പിക്കുന്ന ഒരു രംഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ പിന്നീട് അറിഞ്ഞത് ഇവര് ഇത് സൃഷ്ടിച്ചെടുത്ത ഒരു രംഗമായിരുന്നു അത്. ഹമാസ് തന്നെ വീഡിയോ, അതായത് ഞങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി അവരെ ആക്രമിക്കില്ല, അവരെ ഞങ്ങൾ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് ഇവരെ കൊണ്ടുപോകുന്ന രംഗം ഇവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു രംഗമായിരുന്നു. അതിനുശേഷം 2023 നവംബറിലാണ് ഈ ഫാമിലി കൊല്ലപ്പെട്ടതായിട്ട് ഹമാസ് പുറത്തുവിടുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇവര് ഈ മനുഷ്യ കവചമായിട്ട് ഈ ഫാമിലിയെ ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇസ്രായേലിന്റെ കണ്ടെത്തൽ തന്നെ അങ്ങനെയാണ്. കാരണം ഇവര് ബാർഗെയിൻ ചെയ്യുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് നിങ്ങൾ ആക്രമിക്കരുത്, അവിടെ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ബന്ദികളായിട്ടുള്ളവര് ആക്രമിച്ചാൽ അവർക്ക് ജീവഹാനി ഉണ്ടാകും, അതുകൊണ്ട് ആക്രമിക്കരുതെന്ന് ഹമാസ് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ ആക്രമണ ചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടെക്നോളജി പരമായിട്ട് അവർ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടാണ്. അവർ ആ ഒരു സ്പോട്ടിൽ ആക്രമണം നടത്തുന്നെങ്കിൽ അവരവിടെ പരിശോധിച്ച് അവിടെ ആരൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ തീവ്രവാദികളുടെ സ്പോട്ടാണോ എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും, അതിന് വളഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവരവിടെ ആക്രമണം നടത്തുക. അതുമല്ല, ആക്രമണത്തിന് ശേഷം ഈ സിൻബാറിന്റെ ആ ഒരു അറ്റാക്ക് നമ്മൾ കണ്ടതാണ്. ആക്രമണത്തിന് ശേഷം വളരെ കൃത്യമായിട്ട് അവരവിടേക്ക് ചെല്ലുകയും അവിടെ എന്തൊക്കെ നാശനഷ്ടങ്ങൾ, അല്ലെങ്കിൽ അവിടെ ആരൊക്കെ കാഷ്വാലിറ്റി, അല്ലെങ്കിൽ എത്ര ബോഡി ഉണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന സമ്പ്രദായം, സംവിധാനം ഇസ്രായേൽ സൈന്യത്തിനുണ്ട്. അപ്പൊ അന്ന് ഈ ബിബാസ് ഫാമിലി അന്ന് കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സൈന്യം അത് കണ്ടെത്തിയേനെ, അത് അന്ന് തന്നെ അത് പുറത്തു വന്നേനെ. പക്ഷെ ഇത് വളരെ വ്യക്തമാണ്, ഹമാസ് ഇവരെ തീർത്തു തന്നെ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഈ കുഞ്ഞുങ്ങളും സ്ത്രീകളെയും തങ്ങൾ ഉപദ്രവിക്കില്ല എന്ന് പറയുമ്പോഴും കുഞ്ഞുങ്ങൾ, അവർക്കറിയാം ഇത് 2 ആൺകുട്ടികളാണ്. ഈ ആൺകുട്ടികൾ വളർന്നു വരുന്നവർ
അവർ എന്തായാലും ഇസ്രായേലിൻ്റെ മക്കളാണ്, യഹൂദൻ്റെ മക്കളാണ്. അവരെന്തായാലും പിന്നോട്ട് പോകില്ല. അവർ നാളത്തെ ഭാവി വാഗ്ദാനങ്ങൾ തന്നെയായിരിക്കും എന്ന് അവർക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അവരെ തീർത്ത് കളയാൻ തന്നെയാണ് സാധ്യത, 100% സാധ്യതയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ മാധ്യമങ്ങൾ ഇന്ന് അവരെ മോചിപ്പിക്കുന്ന ഒരു വാർത്തയെ കണ്ടു. പക്ഷേ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണില്ല. എന്തെന്ന് പറയുന്നു, ഈ വാർത്തകൾ, ഗാസയുടെ വാർത്തകൾ ഫുൾ ടൈം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അൽ ജസീറ പോലും ആ ഒരു ലൈവ് ടെലികാസ്റ്റിലും എപ്പോഴും ബന്ദി കൈമാറ്റം സെറിമണിയാക്കി മാറ്റി അത് വലിയ ആഘോഷമാക്കി മാറ്റി കാണിക്കുന്ന അൽ ജസീറ പോലും അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ എന്തായാലും ഇതിലൊരു അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇവരുടെ ശരീരത്തിൻ്റെ ഇസ്രായേൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റാണ് അതിർത്തിയിൽ നിന്ന് നേരിട്ട് ഏറ്റുവാങ്ങുന്നത്. പ്രാഥമികമായിട്ടുള്ള പരിശോധനകളൊക്കെ അതിർത്തിയിൽ വെച്ച് തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഫോറൻസിക് സെൻറ്ററിലേക്ക് കൊണ്ടുപോകും. വലിയ ടീമാണ് ഇത് പരിശോധിക്കുന്നത്. 1-2 ദിവസത്തിനകം ഡീറ്റെയിൽ ഫുൾ അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവരുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ, യഹൂദ ആചാരപ്രകാരമുള്ള മൃതസംസ്കാര ശുശ്രൂഷകളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആരും കാണാത്ത തരത്തിലുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ദിവസം അദ്ദേഹത്തെ കാണാൻ സാധിച്ചത്. കാരണം ഈ ഇത്രയും നിരാശനായിട്ട് ആരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എന്തായാലും ഈ ഒരു കുടുംബത്തിൻ്റെ തിരിച്ചുവരവ് നമുക്ക് ഇതിൽ എടുത്തു പറയാനുള്ളത്, ഇന്ന് ഇവരോടൊപ്പം മരിച്ചുപോയ ആ ഒരു ഉദയത് എന്ന് പറയുന്ന ആ ഒരു പ്രായമുള്ള മനുഷ്യൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇവരോടൊപ്പം തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇത് ഇവരുടെ ആക്രമണത്തിൽ നിന്ന് കൊല്ലപ്പെട്ടെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് ഇസ്രായേൽ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ ശനിയാഴ്ച ഒരു 6 ബന്ദികളുടെ മോചനം നടക്കാനുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരാൾ അറബ് വംശജനാണ്. അദ്ദേഹം ഗാസയിൽ ഹമാസിന്റെ പിടിയിലായിട്ട് 11 വർഷത്തോളം ആകുന്നു. 11 വർഷത്തെ അറിയാതെ അദ്ദേഹം എപ്പോഴും ഗാസയിലേക്ക് ബിസിനസ് ചെയ്യാൻ വരുന്ന ആളാണ്. ഇസ്രായേലിയാണ്, പക്ഷേ അറബ് വംശജനാണ്. അദ്ദേഹത്തെ ഒരു സുപ്രഭാതത്തിൽ ഗാസയിലേക്ക് ചെന്നപ്പോൾ പിടിച്ച് അന്ന് മുതൽ ഗാസയിൽ ബന്ദിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മോചനവും ഈ വരുന്ന ശനിയാഴ്ച നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഗാസയിൽ ഇപ്പോൾ പുനർനവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത് ഒരു വഴിക്ക് നടക്കുന്നു. ഇപ്പോൾ അറബ് സമ്മിറ്റ് വരുന്നു. എന്തായാലും ഗാസയിലെ ജനങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ഹമാസ്, അവിടെ അധികാരം കൈയടക്കി വെച്ചിരിക്കുന്ന ഹമാസ് ഈ രക്തത്തിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും. കുഞ്ഞ് കഫീറിനെ കാഫിറായി കണ്ട ആ ഒരു തീരുമാനം അവർക്ക് തന്നെ വിനയായി വരും. ഓക്കെ, അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ്. അത് വലിയൊരു വില ഹമാസ് ഈ ഒരു പ്രവർത്തിക്ക് നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ നേരത്തെ റോബിൻ പറഞ്ഞ ആ ഒരു പോയിന്റ് അതിലേക്ക് കുറെ കൂടി വരാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇവരുടെ ലോകമെമ്പാടും ഇവർ പയറ്റുന്ന ഒരു തന്ത്രമുണ്ട്, ഈ ഭയപ്പെടുത്തി നിശബ്ദനാക്കുന്ന ഒരു പ്രവണത. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. ഇപ്പോൾ ഇസ്രായേലിൽ ഇവർ ചെയ്ത ഒരു ക്രൂരത, അത് ഒരു സൈക്കോളജിക്കൽ വാർഫെയർ എന്ന് നമുക്ക് കൃത്യമായിട്ടും വിശേഷിപ്പിക്കാൻ സാധിക്കും. അതായത് വളർന്നു വരുന്ന തലമുറയുടെ ഇടയിൽ നിങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു ചിന്ത സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഇവർ കൊന്നെടുക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിൽ അവരൊരു ടാക്ടിക്സാണ് പ്രയോഗിച്ചതെങ്കിൽ ഇപ്പുറത്ത് ബംഗ്ലാദേശിൽ വേറൊരു രീതിയിലാണ്. ഇവർ അവിടെ വലിയൊരു അഴിഞ്ഞാട്ടം നടത്തിയപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നു. വേറൊരു തന്ത്രമാണ് അവർ പയറ്റിയത്. മറുസൈഡിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അവർ അധീശത്വം സ്ഥാപിച്ച സിറിയയിലും അല്ലെങ്കിൽ ഇറാഖിൻ്റെ മേഖലകളിലൊക്കെ വേറൊരു രീതിയിൽ. അതേസമയം തീവ്രവാദം പ്രത്യക്ഷത്തിൽ ഒരു ഫിസിക്കലായിട്ട് ഒരു വേരോട്ടം സംഭവിച്ചിട്ടില്ലാത്ത ചില മേഖലകളിൽ വേറെ രീതിയിലായിരിക്കും അവർ ഈ ഭയപ്പെടുത്തി നിശബ്ദരാക്കുന്ന ഒരു പ്രവണത. ഇന്ന് കേരളത്തിൽ തന്നെ നമുക്ക് പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭയപ്പെടുത്തുക എന്നത് ഒരു ഫിസിക്കൽ ഒരു അറ്റാക്കിലൂടെ മാത്രമല്ല ഭയപ്പെടുത്തുന്നത്, പല രീതിയിൽ തന്നെ ഭയപ്പെടുത്താം. ആനുകൂല്യങ്ങളുടെ ഒരു നിഷേധത്തിലൂടെ, അല്ലെങ്കിൽ അവഹേളനങ്ങളിലൂടെ, വെല്ലുവിളികളിലൂടെ, നീതി നിഷേധങ്ങളിലൂടെ, അല്ലെങ്കിൽ സംഘടിതമായിട്ടുള്ള ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ സംഘടിതമായിട്ട് ആക്രമിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരു മീഡിയ വാർഫെയറിലൂടെ, അങ്ങനെ പല രീതിയിൽ ഇവർ ഭയപ്പെടുത്തി നിശബ്ദരാക്കുന്ന പ്രവണത. പക്ഷെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരുടെ കണ്ണിൽ ശത്രുക്കളായിട്ടുള്ളവരുടെ ഒരു എന്നേക്കുമായിട്ടുള്ള ഒരു ഇല്ലായ്മ അല്ലെങ്കിൽ ഉന്മൂലനം തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അത് പല രീതിയിൽ ഇവർ പയറ്റുന്നു. ചിലപ്പോൾ വാളിൻ്റെ രൂപത്തിൽ, തോക്കിൻ്റെ രൂപത്തിൽ പയറ്റുന്നു, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇപ്പോൾ റോബിൻ സൂചിപ്പിച്ചതുപോലെ പ്രണയക്കണിയുടെയൊക്കെ രൂപത്തിൽ ഒരു സമുദായത്തെ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഇവരുടെ തന്ത്രം വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്,
ഈ ഹമാസ് പലപ്പോഴും ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് ഈ ബന്ദി മോചനം അല്ലെങ്കിൽ അവരുടെ ഈ ഇസ്രായേലിൻ്റെ തടവറയിൽ കഴിയുന്ന പാലസ്തീൻകാരെ അല്ലെങ്കിൽ ഗാസ നിവാസികളെ വിട്ടയക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പലപ്പോഴും ഈ ഹമാസ് ഇസ്രായേലിൻ്റെ ബന്ദികളെ പിടിച്ചുകൊണ്ടു പോകുന്നത്. അപ്പോൾ ഹമാസിന് 100% ഗ്യാരണ്ടിയാണ് തങ്ങളുടെ ബന്ദികൾ അല്ലെങ്കിൽ തങ്ങളുടെ ആൾക്കാർ വളരെ സുരക്ഷിതരായിട്ട് ആരോഗ്യത്തോടു കൂടി തന്നെ ഇസ്രായേലിൻ്റെ തടവറയിൽ കഴിയുന്നുണ്ടെന്നുള്ളത് ഇവർക്ക് 100% വ്യക്തമാണ്. ഏതെങ്കിലും ഒരു പരാതി നാം കണ്ടോ? അതായത് ഈ ഇസ്രായേലിന് വേണ്ടി വിട്ടയക്കപ്പെടുന്ന ബന്ദികൾക്ക് പകരമായിട്ട് ആളൊന്നിന് 100, 90, 200 പാലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേലിന് വിട്ടയക്കേണ്ടി വന്നത്. ഇവരുടെ ആരോഗ്യത്തെ പറ്റിയോ അല്ലെങ്കിൽ ഇവർ അനുഭവിച്ച ക്രൂരതകളെ പറ്റിയോ ഏതെങ്കിലും ഒരു മീഡിയ, ഈ പറയുന്ന അൽ ജസീറ പോലും അത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അപ്പോൾ 2 രാജ്യങ്ങളും ഈ ബന്ദികളോട്, തടവുകാരോട് പുലർത്തുന്ന ഒരു സമീപനം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഹമാസിനെ അന്തമാക്കുന്നത് തീർച്ചയായിട്ടും ഒരു മത തീവ്രവാദം തന്നെയാണ്. ഇസ്രായേൽ പക്ഷേ പോരാടുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ 2 കൂട്ടരോടും നമ്മുടെ ലോകത്തിലെ പല സെക്കുലർ മീഡിയാസും ലെഫ്റ്റ് ലിബറൽ ചിന്താഗതിക്കാരും പുലർത്തുന്ന ഒരു ഇരട്ടത്താപ്പ്. ഈ ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല, അതായത് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ കണ്ണടയ്ക്കപ്പെടും. നമുക്കറിയാം ഈ 70ഓളം ക്രൈസ്തവർ തലയറക്കപ്പെട്ട് രീതിയിൽ കണ്ടെടുക്കപ്പെട്ട ഒരു വാർത്ത സത്യത്തിൽ ലോകത്തിൽ വേറെ എവിടെയെങ്കിലുമാണ് ഇത് നടന്നതെങ്കിൽ നമ്മുടെയൊക്കെ മീഡിയാസ് എത്ര കവറേജ് അത് കൊടുത്തേനെ. ഫ്രണ്ട് പേജിൽ അതിൻ്റെ വാർത്ത വന്നേനെ. നമ്മുടെ ഇന്നത്തെ പത്രങ്ങളെടുത്ത് പരിശോധിച്ച് ഏതെങ്കിലും പത്രത്തിൽ ഈ വാർത്ത വന്ന പത്രങ്ങൾ വളരെ വിരളമാണ്. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും പിൻ പേജിലോ എവിടെയെങ്കിലും വളരെ അപ്രധാനമായിട്ടുള്ള രീതിയിൽ, അത്രയും പ്രാധാന്യമില്ലാത്ത രീതിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഇരട്ടത്താപ്പ് വളരെയധികം ഒരു ദൂരവ്യാപകമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആയിരിക്കും സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നത് നമുക്ക് പറയാതിരിക്കാൻ. നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. കഫീർ ബിബാസ് എന്ന ആ 9 മാസം മാത്രം പ്രായമുള്ള, ഇപ്പോൾ ആ കുട്ടിക്ക് ഏകദേശം ഒരു 2 വയസ്സിനടുത്ത് പ്രായമുണ്ടായിരിക്കും, ഹമാസ് ചെയ്ത ഈ ഒരു കൊടും ക്രൂരത, അതിന് അവർ വലിയ വില നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഹമാസ് എന്ന ഭീകര സംഘടന എത്രത്തോളം പൈശാചികമാണ് എന്നതിൻ്റെ 100 ഉദാഹരണങ്ങളാണ് ഓരോ ദിവസവും മധ്യപൂർവേഷ്യയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പൈശാചിക പ്രവർത്തികൾ ചെയ്യുന്ന, ഭീകര പ്രവർത്തികൾ ചെയ്യുന്ന ഈ ഒരു സംഘടനയെ ഭീകര സംഘടന എന്ന് വിളിക്കാൻ പോലും ആർജവത്വമില്ലാത്ത, നട്ടലില്ലാത്തവരാണ് നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കളും എന്നത് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ്. ഒപ്പം ഈ ദിവസങ്ങളിൽ നടന്ന മറ്റു ചില സംഭവങ്ങൾ കൂടി ഈ ഇസ്ലാമിക തീവ്രവാദത്തോട് ലെഫ്റ്റ് മീഡിയാസ്, സെക്കുലർ മീഡിയാസ് അല്ലെങ്കിൽ പലപ്പോഴും സോക്കോൾഡ് മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പലരും സ്വീകരിക്കുന്ന ഒരു ഇരട്ടത്താപ്പ്, ഇസ്ലാമിക തീവ്രവാദത്തോട് ഒരു സമീപനം, മറിച്ച് ഇസ്ലാമിക തീവ്രവാദികൾ വേട്ടക്കാരായി മാറുന്ന സംഭവങ്ങളിൽ മറ്റൊരു സമീപനം. ഈ ഒരു സമീപനം ഒട്ടും തന്നെ ഭൂഷണമല്ല ഒരു മതേതര സമൂഹത്തിന്. ഇത്തരക്കാരുടെ ഒരു ഇരട്ടത്താപ്പ് തിരിച്ചറിയാൻ പൊതുസമൂഹത്തിന് സാധിക്കട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.